വീണ്ടും നമുക്ക് ആ മഴക്കാഴ്ചകളിലേക്ക് പോകാം. കണ്ണൂരിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. ഇരിട്ടി തളിപ്പറമ്പ് റോഡിൽ ശക്തമായ മഴയിൽ കുന്നിടിഞ്ഞു വീണു. ജില്ലയിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 71 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ പെരിങ്ങോം പെരുവമ്പിൽ കാണാതായ യുവതിക്കായി ഇന്നും തെരച്ചിൽ തുടരും. ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും അവധിയാണ്. ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് നിലവിലുള്ളത്. എളയാവൂരിൽ നിന്ന് അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ കല്യാട്, പലയിടത്തും മണ്ണിടിഞ്ഞു വീഴുന്നു, വെള്ളക്കെട്ടുണ്ടാവുന്നു, കെടുതികൾക്ക് ശമനമില്ല. വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നില്ലെങ്കിലും പലയിടങ്ങളിലും ഗതാഗത തടസ്സം അടക്കമുണ്ടാവുന്നതായി റിപ്പോർട്ടുകളുണ്ട്. മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നിപ്പോൾ അവധിയാണ്. 71 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇപ്പോൾ ഏതോ ഒരു തോട്ടിലാണോ റോഡിലാണോ അർജുൻ നിൽക്കുന്നതെന്ന് അറിയില്ല. മുട്ടോളം വെള്ളമുണ്ട്. എവിടെയാണ് അർജുൻ നിൽക്കുന്നത്? വെള്ളക്കെട്ട് പലയിടത്തും ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും അരുൺ, നിൽക്കുന്നത് തോട്ടിലല്ല, റോഡിൽ തന്നെയാണ്. കണ്ണൂർ എളയാവൂരിലുള്ള പ്രധാനപ്പെട്ട ഒരു റോഡ് തന്നെയാണിത്. ഇന്നലെ തന്നെ ഈ മേഖലയിലെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഈ വെള്ളക്കെട്ട് ഇങ്ങനെ തുടരുകയാണ്. അല്പം ഇറക്കം ഈ വെള്ളത്തിനുണ്ട്. ഇന്നലെ കയറിയതുപോലെ അതിവേഗമുള്ള ഒരു കയറ്റമല്ല, മെല്ലെ മെല്ലെ ഈ വെള്ളം ഇറങ്ങുന്നു എന്നുള്ളതാണ് ഈ നാട്ടിലെ നാട്ടുകാരായിട്ടുള്ളവരെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും അതിശക്തമായിട്ടുള്ള ഒരു മഴയാണ് കഴിഞ്ഞ ദിവസങ്ങൾ പെയ്തത്. അല്പം മഴയ്ക്ക് ആശ്വാസമുണ്ട്. കുട പിടിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും വീടുകളിലേക്കുള്ള വെള്ളക്കെട്ടുകളെല്ലാം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലുള്ള വീട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വെള്ളം ഇറങ്ങുന്നുണ്ടല്ലേ ഇപ്പോൾ? എന്തായാലും ഇന്ന് കാലത്ത് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ അതാണ് എൻ്റെ വീട് വക്കീൽ വീട്ടിലെ. ഇന്നലെ ഒരു 3 പടിയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അതിപ്പോൾ 1.5 പടിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മഴ കൂടിക്കഴിഞ്ഞാൽ വീണ്ടും എന്നും കൂടുക തന്നെ ചെയ്യും. ഇവിടെ അടുത്തെന്താ കാനാമ്പുഴ എന്നുള്ള വെള്ളം കണക്ഷനാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഇവർ കുറച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പോരാ. ഇന്നും ആഴം കൂട്ടാത്തടത്തോളം കാലം എല്ലാ വർഷവും ജനങ്ങൾ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കണം. നമ്മളിത് ഈ റോഡ്, ഇതിൻ്റെ പിറകിലൊരു ചീപ്പ് റോഡ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിൽ ഒരു 100 അവർക്കെല്ലാം ഇതേ ദുരിതമാണ്. നമ്മളൊക്കെ ഫസ്റ്റ് ഒരു കുറച്ച് വീട്ടിലും അതുപോലെ ബാക്കിൽ ചീപ്പ് റോഡിലുള്ള അവർക്കുമാണ് ബുദ്ധിമുട്ട്. പിന്നെ ഇന്നലത്തെ മഴക്കല്ല എല്ലാ വീട്ടിൽ ഈ സൈഡ് ബാക്കിലെ ചീപ്പ് റോഡ് എല്ലാവരും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു ഇവിടെയുള്ളവരൊക്കെ എന്തായാലും കുറേ ആൾക്കാരൊക്കെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്യും. ആൾക്കാർ മാറി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് മാറുന്നതിന്. ഇപ്പോൾ ഇവരിപ്പോൾ ഫാമിലി അയച്ചു. പക്ഷേ ഇവർ ഇവിടെ തന്നെയുണ്ട്. കുറേ വീട്ടുകാർ ഫുൾ പോയി. കുറച്ച് പേര് ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു വെള്ളം ഇറങ്ങുന്നു എന്നുള്ള ആശ്വാസമാണ്, മഴയില്ല എന്നുള്ള ഇന്നും മഴ ഇതേ അവസ്ഥയിലാണെങ്കിൽ ഇത് തന്നെയാണ് പ്രശ്നം ഉണ്ടാവുക. 3-4 ദിവസമായില്ലേ? മിഞ്ഞാന്നിൻ്റെ അപ്പുറം വെള്ളം കയറി. പക്ഷേ രാത്രിക്ക് അതിന് നല്ല ഒഴുക്ക്, മീൻസ് വെള്ളം വലിച്ചെടുക്കുന്നതുകൊണ്ട് ഇറങ്ങിപ്പോയത്, മുറ്റത്തിനൊക്കെ ഇറങ്ങിപ്പോയത്. അപ്പോൾ നമ്മൾ ആശ്വസിച്ചു. പക്ഷേ വീണ്ടും കാലത്ത് 4:30 ആകുമ്പോഴത്തേക്ക് വീട്ടിൻ്റെ ഉള്ളിൽ അരയോളം വെള്ളം കയറി. അതാണ് നമ്മളെ വീട്. എന്തായാലും നാട്ടുകാർ പറയുന്നതാണ്, അതായത് മഴ ഇങ്ങനെ ശക്തമായി പെയ്യുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ നിൽക്കുകയാണെന്നുള്ളതാണ് അവരുടെ എല്ലാവരുടെയും സങ്കടകരമായി. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയുള്ള ഒരു ആക്ഷേപം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം അതായത് ഈ തോടുകളിലൊക്കെ ആഴം കൂട്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രക്രിയകളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഈ നാട്ടുകാർ പ്രധാനമായി ഉന്നയിക്കുന്നത്. കണ്ണൂരിൽ ഇവിടെ മാത്രമല്ല, പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ട്. രതീഷ് പി വി പറയുന്നു അർജുൻ കല്യാട് റോഡിൽ മുഴുവൻ കുഴിയായിരിക്കും, ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. അർജുൻ്റെ ആത്മവിശ്വാസം കൊള്ളാം. തീർച്ചയായിട്ടും, അതായത് നാട്ടുകാരുടെ ഒരു ധൈര്യത്തിലാണ് ഇറങ്ങുന്നത്. അവരൊക്കെ ഈ മേഖലയിലൂടെ ഇറങ്ങി നടക്കുന്നുണ്ട്. ആ ധൈര്യത്തിൽ മാത്രമാണ്. പലയിടങ്ങളിലും കുഴിയുണ്ട്. നേരത്തെ തന്നെ ഈ താഴെ ചൊവ്വയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഈ പുതിയ തെരു മേഖലയിലൊക്കെ പോയി കഴിഞ്ഞാൽ റോഡും ഇത്തരത്തിൽ ഈ വെള്ളമൊന്നും കയറേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ റോഡിലൊക്കെ തന്നെ വെള്ളക്കെട്ടാണ്. അത്തരത്തിൽ അതിരൂക്ഷമായ കുഴികൾ റോഡിലൊക്കെ ഉണ്ടാവും. കണ്ണൂരിൽ തീർച്ചയായിട്ടും ഉണ്ട്. അത്തരത്തിൽ മിനി സ്വിമ്മിംഗ് പൂളുകളും പൂർണ്ണമായ സ്വിമ്മിംഗ് പൂളുകളും റോഡിൽ കാണാൻ വേണ്ടി കഴിയുന്ന ഒരു അവസ്ഥ പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. സുരക്ഷിതമായി യാത്ര ചെയ്യൂ അർജുൻ. കാരണം ഇത് പ്രത്യേകിച്ച് കോളറയൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇങ്ങനെ തെക്ക്. മാത്രമല്ല മലിനജലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നഗരസഭയൊന്നും കൃത്യമായിട്ട് ഇതൊന്നും വൃത്തിയാക്കണമെന്നില്ല. ശ്രദ്ധിക്കണം നന്നായിട്ട്. എന്തായാലും ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് കാലൊക്കെ കഴുകിയിട്ട് തിരിച്ച് കയറിയാൽ മതി. അർജുൻ നമ്മളുടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഓടിപ്പിടിച്ച് തേടി കണ്ടെത്തുന്ന ഏറ്റവും മിടുക്കനായ റിപ്പോർട്ടർമാരിൽ ഒരാളാണ്. അപ്പോൾ അർജുൻ ഇങ്ങനെ വെള്ളത്തിൽ നിന്നപ്പോൾ പ്രേക്ഷകർക്കൊരു ആശങ്ക, കുഴിയൊക്കെ ഉണ്ടാവും, സൂക്ഷിച്ചു പോകണം എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ,